അപ്പോൾ നമ്മുടെ ലോസ് ആൻഡോസിലെ ഇപ്പം നല്ല മഴയും നല്ല മഞ്ഞുള്ള കാലാവസ്ഥയാട്ടാ. ഈ ഒരു കാലാവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കമൻറ്റിൽ ഇട്ടോളോ. ഇപ്പം നല്ലൊരു ആൽക്കഹോളിക്, അയ്യോ, ആൽക്കഹോളിക് അല്ല, നല്ലൊരു വൈബുള്ള ഒരു ക്ലൈമറ്റ് ആണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയാലോ? നമ്മുടെ ഷിൻചാനും ചോപ്പ് ഇവിടെ കാണാനില്ലല്ലോ. അപ്പോൾ നമുക്ക് എവിടെ പ്ലാൻ ചെയ്യാം? നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ? നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവരിവിടെ കാണാനില്ല. നമുക്ക് മൗണ്ട് ചില്ലിയാട് പോയാലോ? അത് സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. നമുക്കിത് ഈ സൂപ്പറായ ക്ലൈമറ്റിൽ നമുക്ക് മൗണ്ട് ചില്ലിയാട് തന്നെ പോവാട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാം. അപ്പോൾ നമ്മുടെ ഷിൻചാനും ചോപ്പിനൊന്നും ഇവിടെ കാണാനില്ല. ഇനി അവരൊറ്റയ്ക്ക് എങ്ങാനും പോയോ? നമ്മളെ കൂട്ടാണ്ട് പോയോ ഇനി വേറെ വല്ല സ്ഥലത്തേക്ക്? ഈ ഷിൻചാനാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഒറ്റയ്ക്ക് പോകലായിട്ട് നടക്കുക. ആരോടൊന്നും പറയുന്നില്ല, ഒരു പോക്കാ പൂട്ടാ. അപ്പോൾ ഇതാരെ വിളിക്കണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ചോദിക്കാം. എന്തായാലും അൺനോൺ നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത്, നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, ദേ അടുത്തവന്മാര്. ഇവന്മാർക്ക് നമ്മുടെ ഷിൻചാനും ചോപ്പിനും കിഡ്നാപ്പ് ചെയ്യാണ്ട് ഒരു സുഖമില്ലാന്ന് തോന്നുന്നുണ്ട്. അതായത് വീണ്ടും കുറേയാണ് നമ്മുടെ ഷിൻചാനും ചോപ്പിനും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിന്ന്. ഇത് എന്തൊരു കഷ്ട ഗൈസ്. ഇത് കണ്ണ് തെറ്റി കിഡ്നാപ്പിങ് കേട്ടോ നമ്മുടെ ഇവിടെ. അത് നമ്മുടെ അടുത്ത് മാത്രം, നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ട് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ പ്രസിഡന്റ്, ഇതേ ഇപ്പം ഇത് ആരാണാവോ? ഓരോ ടൈമിൽ ഓരോരോമാരാണ് നമ്മളെ കിഡ്നാപ്പ് ചെയ്യാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവർ ചോദിക്കുന്നത് 10 കോടിയാണ്. എല്ലാവരും കോടികൾ വിട്ട് വേറെ കണക്കൊന്നുമില്ല കേട്ടോ. 10 കോടിയാണ് ഇവർ ചോദിക്കണം കേട്ടോ, നമ്മുടെ ചോപ്പിനും നമ്മുടെ ഷിൻചാനും വിട്ട് തരാണെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും എപ്പോൾ നോക്കിയാലും 8ൻ്റെ അല്ല, 8 8ഉം 16ൻ്റെ പണിയാണ് കിട്ടാറുള്ളത്. ഇത് വല്ലാത്തൊരു പണിയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒക്കെ ഇതിൽ തീർത്ത് കളയണം. എല്ലായ്പ്പോഴും നമ്മളാണ് ടാർഗറ്റ് ചെയ്ത് വരണേ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ലെസ്റ്റർ കുണ്ടിൻ്റെ അടുത്ത് തന്നെ പോകേണ്ടി വരും വീണ്ടും. നമ്മുടെ പഴയ പ്ലാൻ തന്നെ. ഇവരാരെങ്കിലും നമ്മുടെ ഉമാരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും, നമ്മൾ ലെസ്റ്റർ എടുത്ത് പോകും, ഇവരെ കണ്ടുപിടിക്കും. ഇതന്നെ ഇങ്ങനെ സൈക്കിളോ പോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അത് ചെയ്ത് മടുത്തു. ഇവന്മാർക്കൊന്ന് നിർത്തിക്കൂടെ? ഇവർക്ക് ഈ കാണുന്ന സെറ്റപ്പ് കണ്ടതിന് ഇവർ വിചാരിച്ച് നമ്മൾ ഭയങ്കര റിച്ചാന്ന് കേട്ടോ. പക്ഷേ ഇവിടെ 5ൻ്റെ പൈസ എടുക്കാനില്ല. ഇത് ഇവർക്ക് പറഞ്ഞേ വീണ്ടും വിളിക്കണ്ട കേട്ടോ. എന്തായി? ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. പൈസ റെഡിയാക്കാനുള്ള ഇതുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇവർ കൊന്നു കളയുന്നതാണ് നമ്മുടെ കിഡ്നാപ്പേഴ്സ് പറയണ കേട്ടോ. ഇനി അടുത്ത തൊന്തരവ് എന്തിട്ടാണോ ഗൈസ്. അപ്പോൾ പൈസ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞു ഇപ്പം തന്നെ വിളിച്ചേ, ഇപ്പം തന്നെ പൈസ റെഡിയാക്കാൻ വരുമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ നമ്മുടെ കയ്യിലൊരു തലവനുള്ള കാര്യം. നമ്മൾ അവനെ അവിടെ പോയി പിടിക്കൂട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ പറയാൻ, ഞാൻ പൈസ റെഡിയാക്കാൻ കുറച്ച് സമയം വേണം. ഈ എത്ര നേരം നമ്മുടെ പണ്ടത്തെ ഡയലോഗ് കിട്ടാ, ഞാൻ അവരൊന്നും ചെയ്യല്ലേ, ഞങ്ങളുടെ ദേ വരുന്നു പൈസ കൊണ്ട് വരാമെന്നുള്ള സ്ഥിരം പല്ലവി തന്നെയാണ് നമ്മൾ വീണ്ടും പറയണേ. അല്ലാണ്ട് ഇപ്പോൾ ബോറടിച്ചോട്ട് അത് ചെയ്ത്. അപ്പം നമുക്ക് എന്തായാലും കോള് കട്ട് ചെയ്ത് പോവാം, നമ്മുടെ ലെസ്റ്റർ അണ്ണൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ലെസ്റ്ററൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യൂട്ടാ. എന്തായാലും ഇതിൽ സീനുള്ള കാര്യമൊന്നുമല്ല, ഇത് ചെയ്ത് മടുത്തു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്റർ കുട്ടൻ്റെ അടുത്ത് പോവാട്ടാ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ കാർ എടുത്ത് പോകണം. അല്ലെങ്കിൽ വേണ്ട, ബൈക്ക് എടുത്ത് പോകട്ടെ. കാർ ഇപ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ ബൈക്ക് എടുത്തില്ലോ, കുറേ നാളായി നമ്മളിപ്പോഴും കാർ എടുത്തുകൊണ്ട് പോകണം. ഈ പ്രാവശ്യം നമുക്ക് ബൈക്ക് എടുത്ത് പോകട്ടാ. അപ്പോൾ ഞാനൊരു പറയുന്നേ, നമ്മൾ മനസമാധാനമായിട്ട് നമ്മുടെ മൗണ്ട് ചില്ലിയാൾ 2 ബീറൊക്കെ, അയ്യോ വീണ്ടും തന്നെ, ഫ്രൂട്ടി കുടിച്ച് ഇരിക്കാന്ന് വെച്ചപ്പോൾ സമ്മതിക്കില്ല കേട്ടോ ഒറ്റെണ്ണം കൂടി. എന്തൊരു കഷ്ടമല്ലേ. നമുക്കൊന്നും നല്ലൊരു ക്ലൈമറ്റ് ആസ്വദിക്കാനുള്ള സമയം കിട്ടണില്ല. അതേ നല്ല മഴയാണ് കേട്ടോ എൻ്റെ മക്കളെ. എന്തുട്ടാ കാലാവസ്ഥ അല്ലേ. സീൻ തന്നെയാണ്. ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ മൂടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം പോയില്ലേ, എന്ത് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പറയാം. അതേ കണ്ട റോഡ് നല്ല സ്ലിപ്പർ ഉണ്ട് കേട്ടോ. ഇനി ഇത് തലമുതിച്ച് ആവാമെന്ന് അറിയില്ല. അത് നമ്മുടെ ലെസ്റ്ററാണ് മാസ്റ്റർ ബ്രെയിൻ ഉണ്ടാ. നമുക്ക് എന്തായാലും ഡ്രൈവറിൻ്റെ വിളിക്കേണ്ട കാര്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇത് വേഗം കിട്ടണ പരിപാടിയാണെന്ന് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഡ്രൈവറിനെ വിളിച്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രസിഡൻറ്റിനെ അല്ലേ നമുക്ക് പിടിക്കാൻ പറ്റിയേ. പ്രസിഡൻറ്റിനെ പറയുമ്പോൾ ടോപ്പ് ക്ലാസ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ലെസ്റ്ററിനെ കണ്ടുപിടിക്കാൻ ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ. അത് കാരണമാണ് കുറേ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വലിയ കഷ്ടപ്പാടൊന്നുമില്ല, ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ലെസ്റ്റർ പിന്നെ കുറച്ചുകൂടി അത് കാരണം മെച്ചപ്പെട്ടിട്ടുണ്ട്. ലെസ്റ്റർ കൂട്ടൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിയാണ്, അതുപോലെ തന്നെ പൊട്ടത്തനം ചെയ്യും. അതാണ് നമ്മുടെ ലെസ്റ്റർ കൂട്ടൻ്റെ കഴിവേ. അപ്പോൾ നമ്മളിതേ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ അവിടേക്ക് പോകാട്ടോ. അതെ, ഇതാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്. അപ്പോൾ നമുക്ക് ബൈക്ക് ഉള്ളിൽ കയറ്റി വയ്ക്കാം, തെറി പറഞ്ഞ് നമ്മളെ കൊല്ലാവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്റർ അടുത്തേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ലെസ്റ്റർ കൂട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷിൻചാനും ജോബിന് വീണ്ടും കിഡ്നാപ്പ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലെസ്റ്ററും ചോദിക്കുന്നുണ്ട് കേട്ടാ, നിനക്ക് ഇത് തന്നെയാണോ പണി? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടാണോ നീ ഇങ്ങനെ എനിക്ക് പണികൾ തരണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ അത് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെനിക്കും അറിയില്ല ഇടയ്ക്ക് എന്താണ് ഇങ്ങനെയെന്നുള്ളത് നമുക്കും അറിയില്ല, വലിയ പീടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ.
അപ്പോൾ അതേ നമ്മുടെ ലെസ്റ്റർ അണ്ണൻ പണി തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് വയ്യത് ഇടയ്ക്കിടയ്ക്ക് അവർ കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പ് എന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട് പാവങ്ങളല്ലേ എൻ്റെ അനിയന്മാരല്ലേ ജീവിക്കട്ടെ, അപ്പം നീ എന്തായാലും കണ്ടുപിടിക്ക്, ഞാൻ എന്തായാലും ഒന്നും വേറെ കാര്യങ്ങൾ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ നമ്മളെ പുറത്താക്കി കേട്ടാ വീടിൻ്റെ, വെറുതെ പറഞ്ഞ കേട്ടാ. അപ്പോൾ അവനും ഭ്രാന്തായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ അവന് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടാ. അതായത് നമ്മുടെ ഫോണിൽ നിന്ന് ട്രേസ് ചെയ്ത് നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടി. അതെന്തോ വെള്ളത്തിൻ്റെ അടിയിലാന്ന് പറയുന്നുണ്ട് കേട്ടോ, ഏതൊരു സീയുടെ അടിയിൽ. അപ്പോൾ അതെങ്ങനെ പോകുമെന്നുള്ളതിലാണ് സംശയം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും ഗൈസ്, എന്ത് കഷ്ടല്ലേ ഷൂ. അപ്പോൾ നമ്മളിനി വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ എങ്ങനെ പോയി തുറന്ന് പോകേണ്ടി വരുമോ? എന്തൊരു കഷ്ടത്. ഓരോ പണി കഴിയുമ്പോൾ ഓരോ പണി കേട്ടാ. ഇനി ആ സബ്മറീന് നല്ല പൈസയാവോ? എന്തായാലും നല്ല പൈസ വരും സബ്മറീനിലെ സാധനങ്ങൾ. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ സബ്മറീൻ ഇനി എവിടെ നിന്ന് നോക്കും? അപ്പോൾ അവൻ പറയുന്നുണ്ട് നീ നോക്ക്, ഞാൻ ഇത്ര കണ്ടുപിടിച്ചില്ലേ, ഇനി നിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട് ഞാനും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലെസ്റ്റർ. അപ്പോൾ അതേ ഇവിടെ എവിടെയായിട്ടൊരു സബ്മറീൻ ഉണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട് കേട്ടോ. ഇവിടെ ഒരു സബ്മറീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് എന്തായാലും പോകേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്മറീൻ അവിടെ മുക്കാനായിരിക്കും കേട്ടോ. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷനായിട്ടുള്ളത്, നമുക്ക് തന്ന ലൊക്കേഷനായി. അപ്പോൾ അത് ഞാൻ തോന്നുന്നുണ്ട് ഗൈസ് നമ്മുടെ ഷിൻചാനും ജോബിനെ കൊണ്ടുപോയത്. പക്ഷെ അത് വെള്ളത്തിൻ്റെ അടിയിലാണ്, അവിടെ നമുക്ക് അങ്ങനെ പോകാനൊന്നും കാര്യങ്ങളൊന്നും പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ട്രക്ക് വേണ്ടി വരും. നമുക്ക് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. നമുക്ക് എന്തായാലും ട്രക്ക് മോഷ്ടിക്കാം. നമ്മളെന്തായാലും ഒരു സാധനം നോക്കി നടക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടക്കോടെ, അവൻ്റെ അവിടെ ഒരു സബ്മറീൻ ഉണ്ടെന്ന് നീ ട്രക്ക് കൊണ്ടുവരാൻ. എന്താ കഥ അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബുദ്ധി കൂടുതലുണ്ട് പൊട്ടനാന്നുള്ളത്. എന്ത് ചെയ്യാനതേ അവിടെ സബ്മറീൻ അവിടെ സൈഡിൽ കിടക്കുന്നുണ്ടെന്ന് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഫ്രണ്ടിലായിട്ട് ഇതേ അവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇത് എടുത്ത് കേട്ടട്ടെ, അല്ലാണ്ട് ഇപ്പോൾ വേറെ എന്ത് ചെയ്യാനാ? നമ്മൾ ഇത്ര നേരം തേടി നടന്നൊക്കെ വെറുതെ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ സബ്മറീൻ അങ്ങനെ ലോറിയുടെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റ് നിന്നിട്ടുണ്ട്. എന്തോ ഒരു ഓക്കോർഡുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ, എന്തോ ഫീലിംഗ് പോലെ തോന്നുന്നുണ്ട്, ഒരു സുഖമില്ലാത്ത പോലെ. നമുക്ക് വലിയ ട്രക്ക് കിട്ടായിരുന്നു, പക്ഷെ നമ്മുടെ ഭാഗ്യത്തിൽ കൃത്യസമയത്തായിട്ട് ഒരു ട്രക്ക് കിട്ടിയത്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, നമ്മുടെ ആവശ്യമായി പോയി. അപ്പോൾ എന്തോ ഒരു അലമ്പ് ഫീലിംഗ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വിഷയമില്ല, നമ്മുടെ ഷിൻചാനും ജോബ് രക്ഷിക്കാനല്ല ഇത് പറയാൻ. ഇപ്പോൾ വലിയ മൂടില്ല, രക്ഷപ്പെടുത്തി വയ്യാണ്ടായി. അത് കാരണമാണ്. ഇനിയിപ്പോൾ ഇത് ഇവൻ്റെ അപ്പുറത്തുള്ള ആളുടെയാന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ അവിടെ സംസാരിച്ചേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റെൻറ്റ് കാശ് മാത്രം കൊടുത്തായിന്ന് പറഞ്ഞു. അപ്പോൾ അത് എത്ര നിസ്സാരം, എത്ര 2.5 ലക്ഷം രൂപയോളം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല. അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ, ഈ സാധനം ഒന്നും പറ്റാണ്ട് തിരിച്ചു കൊടുക്കണം കേട്ടോ, അതൊരു സീൻ തന്നെയാണ്. അപ്പോൾ നമുക്കിത് പൈസ ഉണ്ടെങ്കിൽ ഈ സാധനം സ്വന്തമായിട്ട് മേടിക്കായിരുന്നു, വേറെ ആളുടെ കീഴിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സബ്മറീനെ ഇവിടെ ഇറക്കണം കേട്ടോ. അപ്പോൾ അതൊരു കുറച്ച് ടാസ്കുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ലോറി ഇവിടെ ഇടാം, നമുക്ക് തിരിച്ചിട്ടാലല്ലേ കാര്യമുള്ളൂ. നമ്മുടെ സബ്മറീൻ എന്തായാലും ഇറക്കണ്ടേ? അയ്യോ ഇതെങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് പ്ലാനിങ്? എന്തായാലും നമ്മുടെ ലോറി അല്ലല്ലോ, നമ്മളിത് ഇടിച്ച് അപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. പാർക്ക് ചെയ്ത് എടുത്ത് വരുമ്പോഴേക്കും നാളെ ആവട്ടാ. ഇത് അപ്പുറത്തേക്ക് ഇടാൻ വേറെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ സബ്മറീൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ലോറിയിൽ നിന്ന് വിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ സബ്മറീൻ ഉപയോഗിച്ച് അടിയിൽക്കൂടെ പോവാം. അപ്പോൾ ഇവിടെ നോക്കി എൻ്റെ പൊന്നി, നമ്മൾ കുറേ നാൾക്ക് ശേഷം കേട്ടോ ഇതിൻ്റെ അടിയൊക്കെ കാണുന്നത്, മറ്റേ കടലിൻ്റെ അടിയിൽ, കടലാണോ എന്താണോ ഇതിനെ പറയണേ. അപ്പോൾ അത് ഫുള്ളി ഇരുട്ടാണ് കേട്ടോ. ഇവിടെ ഇനി ഷാർക്കുകളൊക്കെ വന്ന് നമ്മളെ കൊന്നു കളയെന്ന് അറിയില്ല. അപ്പോൾ അത് നല്ല സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. ഡിസ്കവറി ചാനലൊക്കെ കാണുന്ന ഒരു ഫീലിങ്. അപ്പോൾ അത് നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത് ഇവിടെ നിന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.